ഫരീദാബാദ് രൂപത ആസ്ഥാനത്ത് വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കെങ്കിലും ഫലം കാണട്ടെ. സഭാധികാരികളുടെ കണ്ണു തുറക്കട്ടെ. കുര്യാക്കോസ് പന്നിക്കുളങ്ങരയുടെ നടപടിക്കെതിരെ വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഫരീദാബാദിലെ അതിരൂപത ആസ്ഥാനം വളഞ്ഞിട്ട് പ്രതിഷേധം നടത്തിയത് എറണാകുളത്തെ മെത്രാൻ അധികാരികൾക്കൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇതിലും വലുത് ഇവിടെ നടന്നിട്ടും കണ്ടഭാവം നടിക്കാതെ രൂപതാ ഭരണത്തിൽ മാത്രം തല കൊടുത്തിരിക്കുന്ന മാർ പാംബ്ലാനിയും റാഫേൽ പിതാവുമൊക്കെ പന്നിക്കുളങ്ങരയ്ക്കും മറ്റു മെത്രാന്മാർക്കും എങ്ങനെ പ്രചോദനമാകുന്നു എന്നാണ് വിശ്വാസികൾ ഇപ്പോൾ സംശയിക്കുന്നത്. എറണാകുളത്ത് വൈദികരുടെ നേതൃത്വത്തിൽ സഭയിൽ നടക്കുന്ന വിഘടന പ്രവർത്തനങ്ങൾ കണ്ട് വിശ്വാസികൾ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഈ വിമത മെത്രാന്മാർക്കൊക്കെ ഒരു നേതാവുണ്ട്. മാർപ്പാപ്പയുടെ തീരുമാനത്തിനെതിരെ ബോധപൂർവം തെറ്റിദ്ധാരണകൾ പരത്തുകയും മാർപ്പാപ്പയുടെ സഭയിലെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് സഭയിൽ വിഘടനവാദം വളർത്താൻ ശ്രമിക്കുന്ന എറണാകുളം വൈദികരുടെ വിമത പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ സ്രോതസ് അന്യൻ സ്വഭാവമുള്ള കർദിനാൾ പാറേക്കാട്ടിൽ അദ്ദേഹം കാട്ടുന്ന പല അവസരവാദങ്ങളും തെളിവാണ്. കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദി തന്നെയാണ് കർദിനാൾ പാറേക്കാട്ടിൽ. അദ്ദേഹത്തിൻ്റെ അന്നത്തെ അവസരവാദമാണ് സീറോ മലബാർ സഭയിൽ ഇന്നത്തെ അന്തഃഛിദ്രത്തിൻ്റെയും അനൈക്യത്തിൻ്റെയും വിത്തുകളൊക്കെ വിതച്ചത്. കർദിനാൾ പാറേക്കാട്ടിലിൻ്റെ അവസരവാദവും സഭാവിരുദ്ധതയുമാണ് എറണാകുളത്തെ വൈദികരുടെ വിഘടനവാദത്തിൻ്റെ ഉറവിടമെന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല. സീറോ മലബാർ സഭയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന അർബുദ കോശങ്ങളാണ് എറണാകുളം വിമത വൈദികർ. അർബുദ കോശങ്ങൾ മുറിച്ചു മാറ്റിയാൽ മാത്രമേ ബാക്കി ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കാനാകൂ. കത്തോലിക്ക സഭയിലെ പ്രതിഭാശാലികളായ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു കാലത്ത് ഇടം പിടിച്ച വ്യക്തി തന്നെയായിരുന്നു ഈ പാറക്കാട്ടിൽ. രണ്ടാം വത്തിക്കാൻ സുനഹദോസിന്റെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ഒരാൾ, അതുപോലെ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനോൻ നിയമ ക്രോഡീകരണത്തിനായുള്ള കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ച മഹത് വ്യക്തി. അദ്ദേഹം നേതൃത്വം നൽകിയ രണ്ടാം വത്തിക്കാൻ സുനഹദോസ് ചർച്ചകൾക്കൊടുവിൽ പൗരസ്ത്യ സഭകൾ അവരുടെ ആരാധനാ പൈതൃകം മുറുകെ പിടിക്കണമെന്നും അതിലെന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കൈമോശം വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണമെന്നും ഒക്കെ പ്രമാണരേഖകളിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്താൻ മുൻകൈയെടുത്ത പിതാവ്. ഇതേ കർദിനാൾ പാലക്കാട്ടിൽ അധ്യക്ഷനെ ക്രോഡീകരിച്ച കനോൻ നിയമത്തിലും ഇതേ ആശയങ്ങൾ നിയമപരമായി തന്നെ വന്നു. സഭയുടെ ഔദ്യോഗിക രീതിയിൽ ആരാധന പരികർമ്മം ചെയ്യണമെന്നും പ്രവേശക കൂദാശകളായ മാമോദീസ, തൈലാഭിഷേകം, കുർബാന എന്നിവ ഒന്നിച്ച് പരിക്രമം ചെയ്യണമെന്നും ഒക്കെ സിരന്റെ തീരുമാനങ്ങൾ എല്ലാവരും പരിഗണനമെന്നൊക്കെ അദ്ദേഹം എഴുതി വെച്ചു. കാനോൻ നിയമത്തിലാണ് എഴുതി ചേർത്തത്. റോമിൽ ചെല്ലുമ്പോൾ പൗരസ്ത്യനായിരുന്ന കർദിനാൾ പാറേക്കാട്ടിൽ പക്ഷെ നാട്ടിൽ പൗരസ്ത്യ വിരുദ്ധരായിരുന്നത് എത്ര വിശ്വാസികൾക്കറിയാം. സഭയിലെ അന്യൻ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന വിചിത്ര നീക്കങ്ങൾ നടത്തുന്നൊരു അന്യൻ മെത്രാൻ. അദ്ദേഹത്തിൻ്റെ തൂലിക കൊണ്ട് കാനോൻ നിയമത്തിൽ എഴുതി ചേർത്തതൊന്നും കേരളത്തിൽ നടപ്പാക്കിയില്ല, നടപ്പാക്കാൻ മെനക്കെട്ടില്ല എന്ന് മാത്രമല്ല അതെല്ലാം നിരാകരിക്കാൻ വൈദികരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആരാണ് ഈ വിമതരുടെ തലതൊട്ടപ്പൻ പിതാവ്? ഇദ്ദേഹം തന്നെ. കർദിനാൾ പാറേക്കാട്ടിൽ ക്രോഡീകരിച്ച കാനൂൻ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ അദ്ദേഹം തന്നെ എറണാകുളത്തെ വൈദികരെ പഠിപ്പിച്ചെന്നാണ് വിരോധാഭാസം. എറണാകുളം കത്തീഡ്രൽ ബസീലിക്കയുടെ കൂദാശ പോലും ഭാരതീയ പൂജ എന്ന കൊരണ്ടി കുർബാന നടത്തിയ മഹാൻ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. പാറേക്കാട്ടിൻ്റെ പിതാവിൻ്റെ വീരകൃത്യങ്ങൾ തുടരുകയാണ്. ആരാധനാക്രമത്തിലെ ഭാരതവൽക്കരണത്തിൻ്റെ ശക്തനായ വക്താവ് തന്നെയായിരുന്നു ഈ കർദിനാൾ പാറേക്കാട്ടിൽ. ക്രിസ്ത്യാനികളെ ബ്രാഹ്മണൻ. ഇന്ത്യയിൽ ലത്തീൻ, സീറോ മലബാർ, സീറോ മലങ്കര റീത്തുകൾക്ക് സാങ്കത്യമില്ലെന്നും ഭാരതീയ ആരാധനയ്ക്കും ഭാരതീയ ശൈലികൾക്കും മാത്രമേ പ്രാധാന്യമുള്ളൂ എന്നും പറഞ്ഞ് പഠിപ്പിച്ച അബദ്ധ സിദ്ധാന്തമായ അബദ്ധ തദ്ദേശവാദി, ഏകറീത്ത്വാദത്തിൻ്റെ ഉപജ്ഞാതാവ്. സീറോ മലബാർ സഭയെ ഇന്നത്തെ തരത്തിലുള്ള ആരാധനാ വൈകൃതങ്ങളിലേക്കും അച്ചടക്ക രാജ്യത്തിലേക്കും അനുസരണക്കേടിലും വിശ്വാസവഞ്ചനയിലേക്കുമൊക്കെ നയിച്ചാൽ കർദിനാൾ പാറേക്കാട്ടിലിൻ്റെ സഭാവിരുദ്ധ നിലപാടുകൾക്ക് വലിയ പങ്കുണ്ടെന്ന് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അത് യാഥാർത്ഥ്യമാണ്. മിനി കുർബാന, ഭാരതീയ പൂജ തുടങ്ങിയ ആരാധനാ വൈദ്യങ്ങളുമായി മുന്നേറിയ കർദിനാൾ പാറേക്കാട്ടിൽ സഭയിൽ സൃഷ്ടിച്ച അനൈക്യവും പ്രതിസന്ധിയും വഞ്ചാക നിലപാടുമൊക്കെ ഒട്ടും ചെറുതല്ലായിരുന്നു. കർദിനാൾ പാറേക്കാട്ടിൽ വിഭാവനം ചെയ്ത ഭാരതീയവൽക്കരണത്തിന് സീറോ മലബാർ സഭയുടെ പ്രഭവസ്ഥാനമായ കേരളവുമായിട്ടോ ദ്രാവിഡ ഭാഷയായ മലയാളവുമായിട്ടോ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഉത്തരേന്ത്യൻ ബ്രാഹ്മണിക് ഹിന്ദു ആചാരങ്ങളുടെ ഒരു പകർപ്പ് കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു ഇപ്പോൾ എറണാകുളത്തെ വിമതരും അൽമായ കൂട്ടങ്ങളും ചെയ്യുന്നത് പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം. അവർ ഇന്ത്യൻ സംസ്കാരമെന്നും ആധ്യാത്മികമെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച ആചാരങ്ങൾക്ക് സാധാരണ ജനങ്ങളുടെ ഒരു ജീവിതമോ ആചാരവും വഴി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണിക് ഹിന്ദു സംസ്കാരം കേരളത്തിൽ നിന്നതിന് 7-8 നൂറ്റാണ്ട് മുമ്പേ ഇവിടെ തമ്മിൽ ഉദയം ചെയ്ത ക്രൈസ്തവ ധർമ്മത്തെ ഉത്തരേന്ത്യൻ ബ്രാഹ്മണിക്
ആചാരങ്ങളുടെ പേരിൽ നശിപ്പിക്കാനാണ് ഇവിടെ ശ്രമം നടന്നത്. പാറേക്കാട്ടിലിൻ്റെ ഇത്തരം സഭാ നശീകരണ പ്രവർത്തനങ്ങളിൽ സഭയിലെ മറ്റ് മെത്രാന്മാർക്ക് കഠിനമായ മനോവേദന ഉണ്ടായിരുന്നു. ക്ഷിപ്രകോപിയായിരുന്ന കർദിനാൾ ഇക്കാര്യങ്ങൾ മെത്രാൻ സമിതിയിൽ ചർച്ച ചെയ്യാനോ കൂട്ടായ തീരുമാനം കൈക്കൊള്ളാനോ ഒന്നും തയ്യാറായില്ല. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അനുസരണക്കേട്. അദ്ദേഹം കാട്ടിക്കൂട്ടിയത് ആരാധനാ പ്രവൃത്തികൾ സഭയുടെ നാശത്തിന് ഉപയോഗിക്കുമെന്ന് അധികൃതർ പറയാൻ പോലും മറ്റ് മെത്രാന്മാർക്ക് ഭയമായിരുന്നു. അതായിരുന്നു കർദിനാൾ പാറേക്കാട്ടിൽ. ഇങ്ങനെ പോയാൽ സഭയുടെ നാശത്തിന് കാരണമാകുന്നത് കണ്ടാണ് വത്തിക്കാൻ ഇടപെട്ട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ കാനോനിക വിരമിക്കൽ പ്രായത്തിന് മുമ്പേ 1984 അത് 1984 തൻ്റെ 71-ാം വയസ്സിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ പിതാവും തട്ടൽ റാഫേൽ പിതാവും മാർ പാംബ്ലാനിയും ഒക്കെ കിടന്ന് ഇതേ വിഷയത്തിൽ തന്നെയാണ് സഭയിൽ കിടന്ന് വിശ്വാസികളെ വിഘടിപ്പിച്ചു നിർത്തുന്നത്. അവരുടെ അവസ്ഥ എന്താകുമെന്നത് കാത്തിരുന്ന് കാണണം.